നമുക്ക് ആരംഭിക്കാം അല്ലേ? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. നമ്മുടെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ വന്യജീവി വാരോഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ദേശീയ ഹരിതസേന പാലക്കാട് ജില്ലാ ഘടകത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ ഒരു 6 ദിവസമായി നമ്മൾ ഈ ഉച്ചനേരത്ത് 2 മണിക്ക് ഒരു 3 മണി വരെ നമ്മൾ കണക്കാക്കുന്നത്, ചിലപ്പോൾ 3:30-4 മണി വരെയും ആകുന്ന ഒരു സെഷൻ നമ്മൾ നടത്തി വരികയാണ്. നമ്മുടെ അധ്യാപകർക്കും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസിനും ഒക്കെ തന്നെ വളരെ യൂസ്ഫുള്ളായ ഈ സെഷൻ നമ്മൾ ഒരു ഇപ്പോഴത്തെ ഈ കൊറോണ കാലത്ത് വളരെ ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് നമ്മൾ നടത്തുന്നത്. ഓരോ ദിവസവും ഓരോ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഓരോ എക്സ്പേർട്സ് നമ്മുടെ ഈ സെഷനിൽ നമുക്ക് ക്ലാസ്സുകൾ പറഞ്ഞു തരികയും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും തന്നെ ഒരുപാട് അറിവ്, പ്രകൃതിയുമായി നാച്ചുറലുമായി ഒരുപാട് അറിവ് നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. കുറെ കുട്ടികളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്റ്റുഡൻസ് ധാരാളം വന്നിരുന്നു. ഇന്നും ഒരുപക്ഷെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പല വിദ്യാലയങ്ങളിലുള്ള സ്റ്റുഡൻസ് നമ്മളെ കൂടെ കൂടാറുണ്ട്. നമുക്ക് ധാരാളം പേര്, ഒരു 10 എല്ലാ വിദ്യാലയങ്ങളിലെ യൂണിറ്റും കുട്ടികളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് 1000-കണക്കിന് കുട്ടികൾ ഇതിൽ പങ്കെടുക്കേണ്ടതാണ്. പക്ഷെ അതിനുള്ളൊരു സാധ്യത കമ്മിയാണല്ലോ. എന്നിരുന്നാൽ പോലും ഒരു 10-30ഓളം, എന്നാലും 30 പാർട്ടിസിപ്പൻസ് ഇന്നലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് നമുക്ക് അത്രയധികം പാർട്ടിസിപ്പൻറ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ രഘുനാഥ് സാറാണ്. അദ്ദേഹം വന്യജീവി ചിത്രകാരൻ, പെൻസിൽ റോക്ക് അക്കാദമി ചെന്നൈയിലെ പ്രശസ്തനായ വന്യജീവി ചിത്രകാരനാണ്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് പരിചയമില്ല, എങ്കിലും അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമസ്കാരം സാർ. അപ്പോ ഈ ഒരു വേദിയിൽ അങ്ങേ കണ്ടതിൽ വളരെയധികം സന്തോഷം. ഐ വെരി ഹാപ്പി ടു സീ യു. നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്, നമുക്ക് നല്ല വിജ്ഞാനപ്രദമായ ഒരു സെഷൻ, ഈ കഴുകന്മാരുടെ ഒരു പ്രത്യേക ഒരു സെഷൻ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. അത് നല്ല ഒരു രസകരമായിരിക്കും. കഴുകന്മാർ നമ്മുടെ തോഴന്മാർ എന്നൊരു ടൈറ്റിലാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. കഴുകന്മാർ നമ്മുടെ തോഴന്മാർ എന്നുള്ളൊരു ടൈറ്റിലാണ് ക്ലാസ്. എന്തായാലും വളരെ വിജ്ഞാനപ്രദമായ, വളരെ രസകരമായ ഒരു സെഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ അധികം നീട്ടുന്നില്ല. നമ്മളെന്തായാലും ഇന്നത്തെ ഈ നമ്മുടെ പരിപാടിയിലെ 6ാം ദിവസത്തെ എത്തിച്ചേർന്ന എല്ലാവർക്കും, നമ്മുടെ അനിരുദ്ധ് രഘുനാഥ് സാർ അടക്കം, ഗുരുവായൂരപ്പൻ സാർ, നമ്മുടെ ജില്ലാ കോർഡിനേറ്ററായ, കൺവീനറായ, ഹരിതസേനയുടെ ജില്ലാ കൺവീനറും വൈൽഡ് ലൈഫ് പ്രവർത്തകനുമായ നമ്മുടെ ഗുരുവായൂരപ്പൻ സാർ അടക്കം മറ്റെല്ലാ ഹരിതസേന കോർഡിനേറ്റേഴ്സിനും, ഹരിതസേന സ്കൂൾ കൺവീനർമാർക്കും, നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും, സ്റ്റുഡൻസിനും എല്ലാവർക്കും ഞാൻ വെൽക്കം പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ പ്രോഗ്രാം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശ്രീ ഗുരുവായൂരപ്പൻ സാറെ ക്ഷണിക്കുന്നു. താങ്ക് യു. നമുക്ക് സാറിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ബ്രീഫ്, നമുക്കൊരു പ്രസന്റേഷൻ നോക്കാം. ശ്രീ രഘുനാഥ് സാറ് ചെന്നൈയിലാണ് താമസം. പെൻസിൽസ് റോക്ക് അക്കാഡമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ചിത്രരചനയാണ് പ്രധാനം. സാധാരണത്തിൽ ചിത്രകാരന്മാർ അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ചുള്ള ചില ചിത്രങ്ങൾ വരയ്ക്കും. അത് അവരുടെ ഒരു പേഴ്സണൽ ലൈഫിന്റെ ഒരു വരുമാനത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ലൈഫ് തന്നെ വൈൽഡ് ലൈഫ്, പ്രത്യേകിച്ച് സ്പെസിഫിക് ആയിട്ട് വൾണറബിൾ ആയിട്ടുള്ള ഒട്ടനവധി സ്പീഷീസ് ഉണ്ട് ലോകത്ത്. അപ്പൊ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെ ചിത്രങ്ങളിലൂടെ എത്തിക്കാന്നുള്ളതാണ് ഫോക്കസ്. അതിൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി വരുന്ന തലമുറയ്ക്ക് എത്രത്തോളം ജീവജാലങ്ങളിൽ അടുപ്പമുണ്ടാക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ രീതിക്ക് ഇതിനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനൽ വേറെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ചാനലിലെ ചിത്രങ്ങൾ വരയ്ക്കുന്നത് കണ്ട് ദിനമലർ എന്ന് പറഞ്ഞ പത്രം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ദിനമലർ പത്രത്തിലൂടെ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ പുതിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ട്രെയിനിങ് അദ്ദേഹം കൊടുക്കും. കുട്ടികൾ ചിത്രം വരച്ച് ദിനമലറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇദ്ദേഹം സെലക്ട് ചെയ്ത് കുട്ടികൾക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ചെന്നൈയിലാണ് താമസം. വർക്ക് വിത്ത് ചിൽഡ്രൻ ടു ക്രിയേറ്റ് അവയർനെസ് ഓഫ് കൺസർവേഷൻ ത്രൂ ആർട്ട്, അതാണ് അദ്ദേഹത്തിന്റെ ഫോക്കസ് ഏരിയ. അപ്പോൾ സ്പെസിഫിക് സ്പീഷീസ് കണ്ടെത്തിക്കൊണ്ട് അതിനെ എല്ലാ ജീവികളെയും ഒരു മനസ്സോടുകൂടി കാണാനുള്ള ഒരു മനസ്സുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു
അത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ജീവജാലങ്ങളോട് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് എന്നുള്ള നിലയ്ക്കല്ല, എല്ലാ ലൈഫിനെയും ഒരേപോലെ കാണുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ്. ചിത്രത്തിലൂടെ ഈ ജീവജാലങ്ങളെ ഒന്ന് പരിചയപ്പെടുമ്പോൾ ആ ജീവികൾ മനസ്സിൽ തങ്ങി നിൽക്കും. ആ ജീവികളോട് ഒരു അനുകമ്പയും സഹാനുഭൂതി എല്ലാം ഉണ്ടാവും എന്നുള്ളതാണ് ഈ ചിത്രം വരയ്ക്കുന്നതിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നത്. ബയോമിമിക്രി എന്ന് പറയുന്ന പുതിയ ഒരു ടെക്നിക് അഡോപ്റ്റേഷൻസ് ഉണ്ട്. ഇതിലൂടെ ആണ് ഈ കുട്ടികളെ വൈവിധ്യമാർന്ന രീതിക്ക് ചിന്തിക്കാനും ഒക്കെ അദ്ദേഹം പ്രവർത്തിപ്പിക്കുന്നത്. അത് നിരവധി പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. കൺസർവേഷൻ ഇതിനകത്ത് ഊട്ടി, ചെന്നൈ, ഇതുപോലെ വിവിധ മേഖലകളിൽ മുതുമല വന്യജീവി സങ്കേതം, അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടും തങ്ങിയിട്ടും, അതുപോലെ സ്കൂളുകളുടെ പ്രവർത്തന മേഖലയിലും ഒക്കെ ആയിട്ട് യാത്ര ചെയ്ത് തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവും വൈഫും എല്ലാം അതിനുവേണ്ടി സപ്പോർട്ടിംഗ് ആണ്. നിരവധി TV പ്രോഗ്രാമുകളിൽ അദ്ദേഹം പങ്കെടുത്ത് ഇതുപോലെ പ്രസന്റേഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് കുട്ടികളെ ഈ പറഞ്ഞ പാതയിൽ അദ്ദേഹം എത്തിച്ചിട്ടുണ്ട്. അതുപോലെ നിരവധി മറ്റ് ഓർഗനൈസേഷനുമായിട്ട് അരുളകം എന്ന് പറയുന്ന വൾച്ചർ കൺസർവേഷന് വേണ്ടി തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമുണ്ട്. നമ്മുടെ ഇന്നത്തെ കാലിക പ്രസക്തിയിൽ ഈ പറഞ്ഞ വൾച്ചർ കേരളത്തിന് വലിയ ഇമ്പോർട്ടന്റ് അല്ല. കാരണം കേരളത്തിൽ വൾച്ചർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഉള്ളത് വയനാടിന്റെ കിഴക്കൻ മേഖലയിൽ, അതായത് കർണാടകവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചെറിയൊരു മേഖലയിൽ, എനിക്ക് തോന്നുന്നത് നമ്മുടെ തോൽപ്പെട്ടി മേഖലയിൽ, അതുപോലെ കുറിച്യാട് മേഖലയിൽ ഉള്ള 1-2 പോയിന്റ്സിൽ മാത്രമാണ്. കുറിച്യാട് മാത്രമേ ഉള്ളതായിട്ട് അറിയുള്ളൂ. പക്ഷെ ഞാനും വന്ന രംഗനാഥ് സാറൊക്കെ ഒരു യാത്ര ചെയ്തപ്പോൾ തോൽപ്പെട്ടിയിലെ പാത്രം ഇല്ല സാർ, തോൽപ്പെട്ടി റൂട്ടില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വൾച്ചേഴ്സ്. അതുപോലെ റൈനോ കൺസർവേഷൻ, അതുപോലെ റയർ ആൻഡ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ട്രസ്റ്റില് നമീബിയ, അതുമായിട്ട് അദ്ദേഹം കണക്റ്റഡ് ആണ്. അദ്ദേഹത്തിന്റെ വരച്ച ചിത്രങ്ങളാണ് ഇപ്പൊ നമ്മളിവിടെ കാണുന്നത്. കൈകൊണ്ട് വരച്ച ചിത്രങ്ങളാണെന്ന് ഓർക്കണം. ഇതല്ല എങ്ങനെയുണ്ട് ചിത്രങ്ങൾ? ഇതൊക്കെ നമ്മൾ സാധാരണ എവിടെയെങ്കിലും പത്രത്തിൽ ഇതിലൊക്കെ കാണുകയുള്ളൂ. പക്ഷെ ഇതെല്ലാം ഇദ്ദേഹം കൈകൊണ്ട് വരച്ച സാധനമാണ്. പേഴ്സണൽ സ്വന്തം ചിത്രങ്ങൾ. അതെ. വൈൽഡ് ആർട്ട് സാമ്പിൾസ് ഉണ്ടോ, റൈനോ, അതുപോലെ ഡിജിറ്റൽ സ്കെച്ച് സാമ്പിൾസ്, അതുപോലെ ടീഷർട്ട് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ സ്കെച്ച് സാമ്പിൾസ്, സ്കെച്ചസ് മാത്രം. അതെ, സ്കെച്ചസ് മാത്രം. ഇത് കണ്ട, ഇതെല്ലാം കണ്ട കളർഫുൾ ആയിട്ടുള്ള സംഗതികൾ, കളറിങ്ങോട് കൂടി. ഇതൊക്കെ നമ്മൾ പുസ്തകങ്ങൾ അച്ചടിച്ച് വരുന്ന കാണുമ്പോൾ ആരൊക്കെയാണ് ഇതിന്റെ പുറകിൽ വരച്ചത് എന്ന് പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതെ. അദ്ദേഹം പങ്കെടുത്ത നിരവധി പ്രോഗ്രാമുകളുടെ കുറെ ചിത്രങ്ങളും കൂടെ അയച്ചു തന്നിട്ടുണ്ട്. ഫീൽഡില് എന്നെയും അദ്ദേഹം ചെന്നൈ പോയി കഴിഞ്ഞാൽ പല പ്രോഗ്രാമുകൾ ക്ഷണിച്ചുകൊണ്ട് പോകാറുണ്ട്, പങ്കെടുപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വളരെയധികം ഈ ഫീൽഡിൽ വളരെ നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഉച്ചനീചിത്വങ്ങൾ ഇല്ലാതെ എല്ലാവരും ഒരു മനസ്സുപോലെ കാണാനും ജീവജാലങ്ങൾ ഒരു മനസ്സുപോലെ കാണാനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചാൽ, ആ വ്യക്തിത്വത്തിന്റെ ഒരു പ്രഭാവം എന്ന് പറയുന്നത് ഈ വന്യജീവി സംരക്ഷണ രംഗത്ത് നിരവധി ചെറുപ്പക്കാരായ പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടെത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ്. അപ്പോൾ സാറിനെ വളരെ സ്നേഹപൂർവ്വം നമുക്ക് ഇതിന്റെ പ്രസന്റേഷനിലേക്ക് വേണ്ടി ക്ഷണിക്കാം. സാർ, അപ്പോൾ സ്റ്റാർട്ട് பண்ணலாம் இல்லையா சார்? ஸோ ப்ளீஸ். ஓகே. இந்த குட்டி பசங்க யாராவது இருக்காங்களா பேசுறதுக்கு? കുട്ടികളുണ്ടോ നമ്മുടെ ഇതിനകത്ത്? നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർ ആരാ ഉള്ളത്? ഒന്ന് വീഡിയോ ഓൺ ചെയ്യാവോ? ആരെങ്കിലും എന്തെങ്കിലും ഇപ്പോ നമുക്ക് ഒന്ന് സംസാരിച്ചിട്ട് ഒരു കഥ പറഞ്ഞ് തുടങ്ങാം. അറിയണ്ടോ? കുട്ടികള് ഉണ്ട്, അവര് വീഡിയോ ഓൺ ചെയ്യുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇവിടെ ഉണ്ട്. ആരാണ് ഓൺ ചെയ്തിരിക്കുന്നത്? രഞ്ജിത്ത് ജോസ്, ആർദ്ര കൃഷ്ണ. ആരാണ് ആർദ്ര കൃഷ്ണ? രഞ്ജിത്ത് ജോസ് ഉണ്ട്. രഞ്ജിത്ത്, അവിടെ കുട്ടികളുണ്ടല്ലോ അല്ലെ? സാവിത്രി, സ്റ്റോറി. സാവിത്രി അവിടെ ടീച്ചറുടെ അവിടെ. ഹലോ. അതെ, മോളുണ്ട്. ഹലോ. ശരി, അപ്പൊ നമുക്ക് സംസാരിക്കാം. എന്റെ മലയാളം കുറച്ച് ഇങ്ങനെ ഉണ്ടാവും. സോ വേറെ ചെയ്തോളൂ. ഓക്കെ. ഇപ്പോ തന്റെ പേരെന്താ? ഹലോ. ഈ ഹെഡ്ഫോൺ ഇട്ടത് ആരാണ്? സ്മാർട്ട് ആയിട്ടുണ്ടല്ലേ? ഓറഞ്ച് ടീഷർട്ട്. ജഗന്നാഥ് സൂര്യ. ഹായ് ജഗന്നാഥ് സൂര്യ. ഇപ്പൊ ജഗന്നാഥ് സൂര്യ ഹോളിഡേസിലേക്ക് പുറത്തെങ്കിലും പോകാനുണ്ടോ?
പോണുണ്ട്. പോകുന്നുണ്ട്. സിംഗപ്പൂർ എവിടെ പോകും? ഊട്ടി, കൊടൈക്കനാൽ? സൂല് പോയിട്ട് കൊറേ ആനിമൽസിന്റെ അത് ഊരിലെടുക്കുമ്പോ അല്ല, നിങ്ങള് സ്ഥലത്ത് പുറത്ത് പോയാലേ എവിടെ പോകും? ദൂരം എവിടെയാണ്? ഹോളിഡേസിലേക്ക് ഇപ്പൊ ചെന്നൈക്കോ അല്ലത് മുംബൈ, ബംഗളൂരു എവിടെയെങ്കിലും പോവോ? കൊടൈക്കനാൽ, ഊട്ടി, കാശ്മീർ അങ്ങനെ? തൃശ്ശൂർ സൂ അല്ല, അത് സൂ അല്ല ഞാൻ പറയുന്നത്. ഹോളിഡേസിലേക്ക് കേരള പോവും. ഇപ്പൊ താങ്കൾ എവിടെയാണ് താമസം? കേരള അല്ലേ? അപ്പൊ താൻ എവിടെ ഉണ്ടോ? മലയാളത്തില് കേരളയിലെല്ലാം ഉണ്ടല്ലേ? ബംഗളൂരുണ്ടോ? ബാംഗ്ലൂരിന് കേരളക്ക് പോകും അല്ലേ? അപ്പോ ഇമാജിൻ ചെയ്തോളൂ. ഇമാജിൻ ഇപ്പോ താൻ ഊരിൽ പോകുന്ന പരിപാടി ഫൈനലൈസ് ചെയ്തു, എല്ലാം പാക്ക് ചെയ്തു എന്ന് വെച്ചാ അവിടെ ചെന്ന് കാണാൻ സപ്പോസ് തൃശ്ശൂർ പോകുന്നുണ്ടോ, പിന്നെ അല്ല അവിടെ വയനാട് പോവും. അപ്പോ നിങ്ങൾക്ക് എന്തെന്ത് വേണ്ട എല്ലാം പാക്ക് ചെയ്ത് വെക്കുമല്ലേ? എല്ലാം പാക്ക് ചെയ്ത് വെക്കും. പിന്നെ പോകുന്ന ഡ്രസ് പാക്ക് ചെയ്യുന്ന എല്ലാം ചെയ്തോളും അല്ലേ? ലാസ്റ്റ് മിനിറ്റ് പോകുമ്പോ വീട്ടിലേക്ക് എല്ലാം ലോക്ക് ചെയ്തോ അതെല്ലാം കണ്ടിട്ടുണ്ട് പുറത്ത് വരും അല്ലേ? ടാക്സി ഉണ്ടാവും അവിടെ. ടാക്സി അങ്ങേ അവരന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകാനുള്ള ടാക്സി റെഡി, എല്ലാം റെഡിയാണ്. അപ്പോ ലോക്ക് ചെയ്ത് പുറത്ത് വരുമ്പോ അപ്പൊ വീട്ടിനുള്ളിരുന്ന് ഒരു ബാഡ് സ്മെൽ വരുന്നുണ്ട്. താൻ എല്ലാ സ്വിച്ചും ഓഫ് ചെയ്തോന്ന് നോക്കുമ്പോ ഒരു ബാഡ് സ്മെൽ വന്നു. അപ്പോ പിന്നെ ഒരു പ്രാവശ്യം ഉള്ളിൽ പോകും നോക്കുവോ അല്ല അവിടെ നിന്ന് പുറത്താവും, ഊരിൽ പോകും? എന്താ ചെയ്യും? എന്താ പ്രയോറിറ്റി ഉണ്ടാവും നിനക്ക്? തമിഴ് അറിയില്ല. തമിഴല്ല, ഇംഗ്ലീഷ് അറിയോ? See, you are setting out to go for a holiday, right? You are going to Kerala. You have packed everything. You are ready. You are stepping out. You want to check if you have switched off all the lights. You go inside to see if the geyser is switched off, the motor is switched off, the latches are all on, locks are all done. And then you see, when you are coming out, you get a bad smell from one of your rooms or something like that. What would you do? Would you just step out and go ahead because there's a taxi waiting and then your train is about 1 hour from your house and there is, Bangalore's traffic? What will you do? Will you clear that place of the bad smell or you will continue? Endha cheyum? ഞാൻ ഉള്ളിക്ക് പോയിട്ട് നോക്കിയിട്ട് പിന്നെ ടാക്സിയിൽ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ നോക്കുമ്പോ യു ക്യാൻ ഗെറ്റ് ഇറ്റ്. ഇവിടെ കിട്ടും. ഇവിടെ റൂമില് ഒരു ബീറോ താഴെ ഏതോ എലി ചത്തുപോയി ഏതോ ഒന്നും ആയിരിക്കും. പക്ഷെ അത് കാണാൻ ഒരു സമയം എടുക്കും അല്ലേ? യു കനോട്ട് ഗെറ്റ് എവിടെ ഉണ്ടെന്ന് ഈസി ആയിട്ട് അറിയില്ല. പക്ഷെ സ്മെല്ലിട്ട് അറിയാം. സ്മെല്ലിട്ട് ഒരു 2 മുറിയിൽ പോകുമ്പോ ഒരു മുറിയില് ഒരു കോർണറിൽ ഉണ്ടാവും എലി ചത്ത് കിടക്കുന്നു. ആ എലിയെ പുറത്താക്കുവോ? അവിടെ നിന്ന് ഓക്കെ എലി എവിടെ ഇരുന്നോളൂ, ഞാൻ ഊരിൽ പോയിട്ട് വരാം പിന്നെ നോക്കാമെന്ന് പറയൂ? Will you clear it or will you wait for your coming back from your holidays to clear it? I will come back after my holidays and clear it. Okay. What would have happened in the between? That there is a dead rat in your room. The dead rat is going to rot. It is going to create a lot of juices are going to come out. Bacteria are going to spread. Your room is going to get contaminated. When you come back, you may get cholera or gastroenteritis or any disease, isn't it? It's going to be a horrible place when you come back. Or will it be a clean place? You are going to go for a week. There's a big rat dead in your room. You are saying that I'll just leave it like that and I'll continue. I'll go for a holiday, come back after a week and then clear it. What would have happened in between? എന്തായിരിക്കും ആ സമയത്ത്
ഊരിപ്പോയി തിരിച്ചു വരുന്ന സമയത്ത് ആ എലി അവിടെ ഡിസിൻറ്റഗ്രേറ്റ് ആയി, ബാഡ് സ്മെൽ ഉണ്ടായി, അവിടെ ഇരുന്ന ഒരു രക്തവും അതും ഇവിടും എല്ലാം പുറത്തായി, ആ റൂം ഫുള്ളോ സ്പോയിൽ ആയിരിക്കും അല്ലേ? ആ സമയത്ത് വേറെ ഇൻസെക്ട്സ് അത് ഇതും വന്ന് തിരിച്ചു നീ വരുമ്പോ അവിടെ എന്നായിരിക്കും? ഇറ്റ് വുഡ് ബി എ മെസ് അല്ലേ തന്റെ വീട്? നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുമോ? നല്ല മധുര ഗന്ധം വരുന്നു അവിടെ? എന്തായിരിക്കും? കുറെ ടോക്സിക് ഗ്യാസ് ഉണ്ടാവും, പിന്നെ കുറെ പാറ്റകൾ ഇന്റെ റൂമിൽ ഉണ്ടാവും. അപ്പൊ ക്ലീൻ ചെയ്യാതെ അങ്ങനെ കളം അങ്ങേ അവിടെ നിന്ന് പോവും നിങ്ങൾ. There is this mess, you know there is something wrong and there's a bad smell, you know that there's a rat which is dead, and will you go ahead to your holidays? This is a priority, isn't it? You clear it and only then you will go, isn't it? Yes. Why? Because if you didn't clean it, if you didn't clear the place, your place is going to teem with diseases, and when you come back you are going to face the music, bad music. Oh. Isn't it? It's not a good scene at all. It's a horrible thing, because you are setting out on a holiday, your brother is waiting, sister is waiting, your cousin there is calling you, are you going to come by this train? I'm going to wait at Thrissur to receive you, and all that. In the middle of all this thing happens, and your priorities change, isn't it? Your priorities where you're going to enjoy, you're going to go there, you're going to do this and all. But ഇവിടെ കാണുന്ന ഈ സ്ഥിതി സഡൻലി വന്ന ഒരു സ്ഥിതിയാണ്. പക്ഷെ ഈ ക്ലിയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആവും അല്ലെ? അപ്പോ നിങ്ങൾക്ക് ആ എലി എവിടെ ഉണ്ടെന്ന് കാണണം. ആ എലിയെ പുറത്താക്കുമ്പോ എന്ത് ടൂൾസ് വേണം, ഏത് ടൂൾസ് വേണം? ബീറോ നീക്കണമല്ല, ബീറോ റിമൂവ് ചെയ്ത് പിന്നെ താഴെ ഇരുന്ന ഒരു ആ എലിയെ പുറത്താക്കണം. പക്ഷെ പിന്നെ ആ സ്ഥലത്ത് എന്തെങ്കിലും ഒരു ഫിനൈലോ അല്ലെങ്കിൽ എന്താ ഒരു ഹാർപ്പിക്കോ ഏതാണ് ഇട്ട് ക്ലീൻ ചെയ്യണം. പിന്നെ തന്നെ ഊർക്ക് പോവും അല്ലേ? ഇത് പ്രയോറിറ്റി ആയിപ്പോ. ട്രാഫിക് ഇരുന്നോട്ടെ, ട്രെയിൻ ഇരുന്നോട്ടെ, എന്തെങ്കിലും ഈ പ്രയോറിറ്റി ആണ്. എന്തെന്ന് വെച്ചാ 1 വീക്കുള്ള പരിപാടി കാട്ടിലും നമ്മ വീട്ട് മോർ ഇമ്പോർട്ടന്റ് ആവും അവിടെ അല്ലേ? ഇപ്പോ ഈ സ്ഥിതിയെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. കാട്ടില് ഒരു മലയുടെ മേല് ഒരു റിവർ ഉണ്ട്, ചെറിയ റിവർ സ്ട്രീം. ആ സ്ട്രീം മല മേല്, നോട്ട് റോഡ് അല്ല, ഇവിടെ മലന്റെ മുകളില് ഒരു സ്ട്രീം ഉണ്ട്. ആ സ്ട്രീമിന്റെ അടുത്ത് ഒരു വലിയ ആന മരിച്ചു പോയി. സ്ട്രീമിന്റെ അടുത്ത് മരിച്ചു പോകും അല്ലേ? എന്തെങ്കിലും വന്യജീവികൾ എവിടെ മരിക്കും? നീരിന്റെ അടുത്ത്. എന്താണ്? ബിക്കോസ് അപ്പൊ ദാഹിക്കും. അപ്പോ ലാസ്റ്റിൽ ഒരു വെള്ളം കുടിച്ച് അവിടെ ചത്തുപോയി. ആ റിവറിന്റെ വെള്ളം എവിടെ വരും? നമ്മൾ സിറ്റിക്ക് വരും അല്ലേ? ടൗൺസിക്ക് വരും, അഗ്രികൾച്ചർ ഫീൽഡ്സിക്ക് വരും. അപ്പോ ആന ചത്തെങ്കിൽ അവിടെ ഒരു ചെറിയ എലി ചത്തപ്പോ എത്ര പ്രോബ്ലംസ് കണ്ടു വിഷ്വലൈസ് ആയി അല്ലേ? ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, സ്മെല്ല്, ബാഡ് സ്മെല്ല്, കണ്ടാമിനേഷൻ എല്ലാം പറയുന്നുണ്ട്. ഇത് ഒരു 200 grams 100 grams എലിനെ വിടുന്ന് വെച്ചാ 5000 kilos ആന എന്താവും? ഫോറസ്റ്റ് എന്താവും? ആര് ക്ലീൻ ചെയ്യും? എന്താവും? What would happen to the forest, and who will clean it, and how? Forest will be so contaminated with virus air, and the trees will all go dry. Nothing will be able to live. That's a bit too far stretched. You cannot say that about a forest, because forest is huge compared to an elephant, but it would create substantial damage, isn't it? Substantial contamination would happen if it is not cleared immediately. That much you are clear, isn't it? You know, എനിക്ക് അറിയാം ഇത്ര ഉള്ള ഒരു ഡേഞ്ചർ ഉണ്ട്. അപ്പോ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ്? അവിടെ ചത്ത് നമുക്ക് അറിഞ്ഞൂടെയാണ്. എന്തെന്ന് വെച്ചാൽ there is so many trees, and then there is in the middle of a mountain
ആരും അറിയാൻ സാധ്യതയില്ല എന്ന് വെച്ചാൽ you can't see, you can't even guess that there is something which this can happen. അപ്പോ ഈ സ്ഥലത്ത് ഈ സംഭവം ആയി അത് അറിയാനുള്ള എന്ത് ഇതില്ല, വികൃതി ഇല്ല. there's no way of knowing it. And who will smell it? There's no chance because it is up in the mountain. There's no smell also which is coming. By the time you get the smell, the harm would be done. The water that is coming to your city will be contaminated. La, ഇപ്പൊ ഒരു ഊർ താഴെ ഉള്ള ഒരു സിറ്റി എന്ന് വെച്ചാൽ ടൗണിലേക്ക് ആ വെള്ളം വരുന്നുണ്ട്. ആ വെള്ളത്തെ പമ്പ് ചെയ്ത് എല്ലാവർക്കും വീട്ടിലെ വെള്ളം കൊടുക്കുന്നുണ്ട്. ആ വെള്ളം കുടിച്ചാൽ എന്താവും? കോളറാവോ, ഗ്യാസ്ട്രോഎൻട്രിറ്റോ, ആന്ത്രാക്സ് എന്തെങ്കിലും വരും അല്ലേ? ടൈഫോയിഡ് ഏത് വേണം വരണം, എന്തെങ്കിലും വരാം. അപ്പോ ഈ വന്യ സിറ്റുവേഷൻ ചത്തുപോയ എലിഫന്റിന് അറിയാനുള്ള എന്താണ് നമ്മൾ choice or what is the source of information? How can you know that this has happened? Unless you have to go there and see, isn't it? You have to keep going there every day to see. Is it possible? നടക്കോ? സാധ്യമുണ്ടോ? നടന്നു ചെന്നപ്പോ മൗണ്ടനിലേക്ക് മേൽ കയറി കാണണം, ഓ എന്താവോ ആയോ. But by that time the contamination ഉണ്ടാവും. So what is the source of information? Who will tell you? മനസ്സിലായോ? അതായത് ഇപ്പൊ കാട്ടിലെ ഒരു ജീവി മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇപ്പൊ വീട്ടിലാണെങ്കിൽ മോൻ പറഞ്ഞു നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു. ശരി, ക്ലീൻ ചെയ്തിട്ടേ നമ്മൾ ദൂരെ പോകുള്ളൂ. കാട്ടിലൊരു ജീവി മരണപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒരു ആന ഉൾക്കാട്ടിൽ മരിച്ചുപോയി, കണ്ടുപിടിക്കാൻ വല്ല മാർഗമുണ്ടോ നമുക്ക്? അതാണ് സാർ ചോദിക്കുന്നത്. ഇസ് ദെയർ എനി വേ? മാർഗമുണ്ടോ? എന്താ മാർഗം? അപ്പൊ വെള്ളത്തിന്റെ അവിടെ മരിച്ചപ്പോ ആ വെള്ളത്തിന്റെ സ്മെല്ല് അറിഞ്ഞിട്ട് നമ്മള് എവിടുന്നാണ് ആ വെള്ളം വരുന്നത് നോക്കിയിട്ട് പോവും, എന്നിട്ട് കണ്ടുപിടിക്കും അവിടെ ആന മരിച്ചു. ഞാൻ എനിക്കത് പറയാം. മൗണ്ടൻ ഉണ്ട്, ലെറ്റ് സേ വെസ്റ്റേൺ ഗാർഡ്സിലുണ്ട്, ഓക്കെ, വയനാടുണ്ട്. വയനാടിട്ടുണ്ട് വരുന്നത് വെള്ളം അവിടെ തിരിച്ചുള്ളൂ വേറെ ഇവിടെ വരുന്നുണ്ട് വെച്ചോളൂ. അപ്പോൾ 200-300 kilometers 500 kilometers ചെന്ന് എനിക്ക് വെള്ളം വരുമ്പോ ആ വെള്ളത്തിന് സ്മെല്ല് കണ്ടാല് ആ 300 kilometers മുഴുവൻ കണ്ടാമിനേറ്റ് ആയിരിക്കുമല്ലേ അല്ലെ? ആ 300 kilometers ചെന്ന് നീ ആ വെള്ളത്തിന് സ്മെല്ല് കണ്ടുപിടിക്കുമ്പോ ഒരു 50,000 പേര് ആ വെള്ളത്തെ കുടിച്ചിരിക്കും അല്ലെ? ആ മാര് ഹോസ്പിറ്റലിലല്ലേ ഇരിക്കും. കോവിഡ് കാറ്റ് വലിയ ഇൻഫെക്ഷൻ ആയിരിക്കുമല്ലേ അത്? ഇത് ഈസി ആണോ? ഈസി അല്ല അത്. എന്ന് വെച്ചാ you are finding the problem after it has affected you, not before. When would you understand a problem? See, you should see a problem before it happens, or right at the time of it's happening, not after that. After that it's only history അല്ലേ? ഹിസ്റ്ററി അറിയാൻ കൂടില്ല. നമ്മളിപ്പോ അത് ഈ ടൈമില് അത് പുറത്താക്കണം, ക്ലീൻ ചെയ്യണം. അപ്പോ there is only one way. Nature has to tell you. പ്രകൃതി നിങ്ങൾക്ക് പറയണം ഈ പ്രോബ്ലം ഉണ്ട് എന്ന് പറയണം. ആ പ്രോബ്ലം ക്ലിയർ ചെയ്യുന്ന ഒരു പരിപാടിയും പ്രകൃതി തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഒരു വനജീവിയാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ആ വന്യജീവിന്റെ എന്നു പറയാവോ? സ്കൈയില് ഐസ് ഉണ്ടാവും ആ വന്യജീവിക്ക്. സ്കൈയില് ആകാശത്തില് ഐസ് ഉണ്ട്. ഐസ് കണ്ണ്, ആകാശത്തില് കണ്ണുണ്ട്. ആ അല്ലെ? ആകാശത്തില് കണ്ണുണ്ട്, അപ്പൊ തന്നെ കാണാൻ സാധ്യമുണ്ട്. ഇപ്പോ റിവർ എങ്ങനെയുണ്ട്? ഫുള്ള് ട്രീസ് ഉണ്ട്. അപ്പൊ ആ ട്രീസിനടുത്ത് മരിച്ചു പോകുന്ന ഒരു ആനയെ കാണുന്നുവെങ്കിൽ ആകാശത്തിൽ നിന്ന് കണ്ടാൽ തന്നെ മുടിയും അല്ലെ? സാധ്യമുണ്ട്. There is no other way. അപ്പോ ആകാശത്തിലെ കണ്ണുള്ള ഒരു ജീവി എന്താണോ? സൂപ്പർ. ഇപ്പോ നമ്മൾ കാണാൻ പോകുന്നത് വൾച്ചേഴ്സ്. ഇപ്പോ ഞാൻ എനിക്ക് പറയാം. ഇപ്പോ മലയില് മരിച്ച ഒരു ആന എപ്പോ മരിക്കും? മോസ്റ്റ്ലി ഈ ചാവുന്നത് രാത്രിയിലാണ് ചാവും. രാത്രി ടൈമില് അല്ലെങ്കിൽ ടൈഗർ അറ്റാക്ക് ചെയ്യുമ്പോഴും ഈവനിങ് നൈറ്റ് അവിടെ തന്നെ ആവും. By the time it becomes morning, രാവിലെ സൂര്യൻ വരുമ്പോ എർത്ത് ഹീറ്റ് ആവല്ലേ?
നമ്മുടെ ഭൂമി ഹീറ്റ് ആവും അല്ലെ? സൺലൈറ്റ് ഫാൾ ആകുമ്പോൾ യെസ് ഭൂമി ഹീറ്റ് ആവും. സോ വാട്ട് ഹാപ്പൻസ്, ദിസ് ഹോട്ട് എയർ ഉണ്ടല്ലേ, ഹോട്ട് എയർ അങ്ങനെ മേലെ പോകും. ബിക്കോസ് ഹോട്ട് എയർ റേസസ് അപ്പ് അല്ലെ, ചൂട് കാത്ത് മേളിലേക്ക് പോകും. നമ്മപ്പോ റൂമിൽ കാണുമ്പോ മേളിലേക്ക് കയറിയ അവിടെ ഹീറ്റ് ഉണ്ടാവും. എന്താന്ന് വെച്ചാൽ റൂമിലുള്ള കാറ്റ് ഹോട്ട് എയർ റൂമിലെ ടോപ്പിൽ ഉണ്ടാവും. സിമിലർലി ഹോട്ട് എയർ റേസ് ആവും. ആ റേസ് ആവുന്ന ഹോട്ട് എയർ യൂസ് ചെയ്ത് വൾച്ചേഴ്സ് പറക്കും. ആ തെർമൽസ് റേസ് ആയി 20,000 ഫീറ്റ് വരെക്കും പറക്കും. അവിടെ ഹൈറ്റ് അത്ര ഉള്ള ഹൈറ്റില് പറന്ന് കാണും. അപ്പോ അവിടെ നിന്ന് കാണുമ്പോ അവന്മാർക്ക് സൂപ്പർ ഐസൈറ്റ് ഉണ്ട്. എന്താ ഉണ്ട്? സൂപ്പർ ഐസൈറ്റ്. ഐസൈറ്റ് നമ്മളെ കാട്ടി സെവറൽ ടൈംസ് ഷാർപ്പാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ എന്നെ ഒരു കുട്ടിയാണ്, ഇപ്പൊ തന്റെ ഐസൈറ്റ് ഷാർപ്പായിട്ടുണ്ടാവും അല്ലെ? തന്റെ ഐസൈറ്റ് കാട്ടിലും 10 ടൈംസ് അറ്റ്ലീസ്റ്റ് ഷാർപ്പ് ഐസൈറ്റ് ഉണ്ട് വൾച്ചറിന്. അവിടെ നിന്ന് 20,000 ഫീറ്റ് നിന്ന് ചെറിയ മാൻ ചത്തെങ്കിലും ആ മാനിനെ കാണാനുള്ള ഐസൈറ്റ് ഉണ്ടാവും. ഡിയർ ഉണ്ടല്ലേ, ഡിയറിന് എന്താ പറയും? മാനല്ലേ? മാൻ തന്നെ. രഘുനാഥ് സാർ ഇപ്പൊ കട്ട് ആവേണ്ട ടൈം ആയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് വന്നിട്ട് പ്രസന്റേഷനിലേക്ക് കയറിയാലോ? ലെസ് ദാൻ 1 മിനിറ്റ് ആണ് പറയുന്നത്. ഓക്കെ, എല്ലാം കട്ടായി വന്നിട്ട് നമുക്ക് ഡയറക്റ്റ് പ്രസന്റേഷനിലേക്ക് കൂടെ പോവാം. ഇപ്പൊ നമുക്കപ്പോ വൾച്ചർ നമ്മുടെ ടോപ്പിക്കിലേക്ക് എത്തിയിട്ടുണ്ട്. വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നമുക്കിനിപ്പോ കട്ടായിട്ട് ഉടനെ തന്നെ എല്ലാവരും ഒന്ന് തിരിച്ചു കയറണം. പവർ പോയിന്റ് പ്രസന്റേഷൻ കാണും ഫുൾ ആൻഡ് ഫുൾ. ഓക്കെ, കട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് നേരെ പ്രസന്റേഷനിലേക്ക് കൂടെ കയറാം. ഓക്കെ, വെരി ഗുഡ്.